ഗോഹർ ഷാഹി എന്നറിയപ്പെടുന്ന പാകിസ്ഥാനിലെ റിയാസ് അഹമ്മദ് എന്നയാൾ ഇപ്പോൾ തിരോധാനത്തിലാണ്. താൻ മഹ്ദിയാണെന്ന വാദവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ദക്ഷിണ കേരളത്തിൽ പലരും ഇയാളുടെ കെണിയിൽപ്പെട്ടിട്ടുണ്ടത്രേ. ഹജറുൽ അസ്വദുമായി സ്വർഗത്തിൽ നിന്നും ആദം നബി അലൈഹിസ്സലാം വന്നപ്പോൾ തന്നെ അവസാന രക്ഷകനായ മഹ്ദിയുടെ, ഗോഹർ ഷാഹിയുടെ മുഖം അതിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും നിലവിലെ ഭരണകൂടം അതു കാണാതിരിക്കാൻ മറച്ചു പിടിച്ചിരിക്കുകയാണെന്നുമെല്ലാം അയാളുടെ അനുയായികൾ പറയുന്നു. ചന്ദ്രനിൽ പോലും ഇയാളുടെ മുഖം തെളിഞ്ഞിട്ടുണ്ടത്രേ. ഹസ്രത്ത് മുആവിയ റളിയല്ലാഹുവിനെ അടച്ചാക്ഷേപിച്ചും അലി റളിയല്ലാഹു അൻഹുവിനെ വാനോളം പുകഴ്ത്തിയുമാണ് ഇയാളുടെ അനുയായികൾ സംസാരിക്കാറുള്ളത്. ഇമാം മഹ്ദിയുടെ വരവിനെ സംബന്ധിച്ചും കള്ള മഹ്ദികളെ സംബന്ധിച്ചും ഹസ്രത്ത് മുആവിയ റളിയല്ലാഹുവിനെ ആക്ഷേപിക്കുന്നത് സംബന്ധിച്ചും ഇവിടുത്തെ പ്രതികരണം. ഇമാം മഹ്ദി, അതായത് അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം ഹിദായത്ത് ലഭിച്ചിട്ടുള്ള ഒരു മഹാനായ ഇമാം, അവസാന കാലത്ത് വരുമെന്നും റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം വരുന്ന കാലത്ത് അവരിവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമെന്നും അവർ ജാമിഅ ദിമിഷ്കിൽ ഡമാസ്കസിലെ ജുമുഅത്തിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈസാ നബി അലൈഹിസ്സലാം അവതരിക്കുകയെന്നുമൊക്കെ നമ്മൾ വിശ്വസിച്ചു വരുന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും അംഗീകരിച്ചു വരുന്ന ഒരു പരമാർത്ഥമാണ്. ഈ മഹ്ദി എന്നവരെ, അവരുടെ ആഗമനത്തെ സംബന്ധിച്ച്, അവരുടെ ഭരണത്തെ സംബന്ധിച്ച്, അവരുടെ ബൈഅത്തിനെ സംബന്ധിച്ച്, അവരിന്നിടത്ത് നിന്നാണ് ബൈഅത്ത് നടത്തപ്പെടുക, അവരിന്നിന്ന പ്രദേശങ്ങളിലൂടെയാണ് സഞ്ചരിക്കുക, ഇന്നിന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക എന്ന് വളരെ വ്യക്തമായും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഹദീസുകൾ ധാരാളമാണ്. ഇമാം മഹ്ദിയെക്കുറിച്ച് പറയുന്ന ഹദീസുകൾ ധാരാളമുണ്ട്. മഹാന്മാരായ ഇമാമുകൾ മുതവാത്തിറായ ഹദീസാകുമാർ അതിൻ്റെ പരമ്പരകൾ ധാരാളമുണ്ടെന്നും അത്രയും എണ്ണം പരമ്പരകളിലൂടെ, അത്രയും എണ്ണം സ്വഹാബാക്കളിൽ നിന്ന് ഇമാം മഹ്ദിയെക്കുറിച്ച് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടെന്നും സമർത്ഥിച്ചുകൊണ്ടാണ് ഇമാം മഹ്ദിയുടെ ആഗമനത്തെക്കുറിച്ചും വരവിനെക്കുറിച്ചുമൊക്കെ നമുക്ക് വിവരിച്ചു തരുന്നത്. അത്തരം ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് വിശ്വസിക്കുന്നത്. ആ ഹദീസുകളിൽ വ്യക്തമായി തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പേര് എൻ്റെ പേരായിരിക്കും, അവരുടെ പിതാവിൻ്റെ പേര് എൻ്റെ പിതാവിൻ്റെ പേരായിരിക്കും, അവരുടെ മാതാവിൻ്റെ പേര് എൻ്റെ മാതാവിൻ്റെ പേരായിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വിവരിച്ചു തന്നിട്ടുണ്ട്. ശാരീരിക പ്രകൃതികളും വിവരിച്ചിട്ടുണ്ട്. അവരിന്നിന്ന ശരീരപ്രകൃതിയിലുള്ള ആളായിരിക്കുമെന്ന്. അത്തരം ഹദീസുകൾ ധാരാളം ഉണ്ടായാലും ഇതൊന്നും ഒക്കാത്ത, പേരൊക്കാത്ത, മാതാവിൻ്റെ പേരൊക്കാത്ത, പിതാവിൻ്റെ പേരൊക്കാത്ത, മറ്റു ലക്ഷണങ്ങളൊന്നും ഒക്കാത്ത ധാരാളം വ്യാജ മഹ്ദിമാർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം വന്നിട്ടുണ്ട്. മുസ്ലിം ഖിലാഫത്ത് നിലനിൽക്കുന്ന, അബ്ബാസി ഉമവി ഖിലാഫത്തൊക്കെ നിലനിൽക്കുന്ന കാലത്ത് പോലും അങ്ങനെയുള്ളവർ വന്നിട്ടുണ്ട്. ഖലീഫമാരിൽ തന്നെ പലരും അവരുടെ മക്കൾക്ക്, അബ്ബാസി ഖലീഫമാരിൽ പലരും അവരുടെ മക്കൾക്ക് മഹ്ദി എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്, അവരങ്ങനെയാകാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ കാലത്ത് ഒരുപാട് വ്യാജന്മാർ ഈ കാലത്തിനിടയിൽ വന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്ത രൂപത്തിലുള്ള മഹ്ദി അല്ല അവരെന്ന് സമുദായം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഈ വ്യാജന്മാരുടെ കൂടെ കുറേ ആളുകൾ കൂടിയിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. എല്ലാ ഒറിജിനലും വ്യാജന്മാരുണ്ടാവും. അത് തന്നെ ഒറിജിനൽ സത്യമാണ് എന്നതിൻ്റെ തെളിവാണ്. കാരണം അതിനെ അനുകരിക്കാനും അതായി തീരാനും വേണ്ടിയാണല്ലോ ഈ കപടവേഷങ്ങൾ ധരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ മഹ്ദിയെ ചൊല്ലി ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനൊന്നും നിവൃത്തിയില്ലാതെ ഇവിടെ കുറേ കാലം ജീവിച്ചിട്ടുള്ള മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം വരും. മറിയമിൻ്റെ പുത്രനായ ഈസാ നബി അലൈഹിസ്സലാം വരും. വാനലോകത്ത് ഉയർത്തപ്പെട്ട അവർ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരും.
ഇന്ന പള്ളിയിൽ ഇന്ന വെള്ള മനാരത്തിൻ്റെ മേൽ ദമാസ്കസിലെ ജാമിഅ ദിമിഷ്കിൽ മഹാനവറുകൾ വരും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ ഇറങ്ങുമ്പോൾ ധരിക്കുന്ന വസ്ത്രവും അവരുടെ ശരീരത്തിൻ്റെ ആകൃതിയും ശരീരത്തിലെ മുടിയിൽ നിന്ന് വെള്ളമുറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടും ആ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ കടന്നു വന്നിട്ടില്ലേ? അപ്പം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അത് പറയുന്ന ആളായിരുന്നു. മറിയമിൻ്റെ പുത്രൻ ഈസ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് വ്യക്തമാക്കിയിട്ടും മറിയമിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറിയമീ മർത്തബയിൽ നിന്ന് പിറന്നു വരുന്ന ഈസ, അതായത് ഈസാക്ക് ഷബീഹായ സദൃശനായ ഒരാൾ എന്നേ അതിനർത്ഥമുള്ളൂ. ഈസാ അലൈഹിസ്സലാം മരിച്ചിരിക്കുന്നു. ഈസായുടെ ഖബർ കാശ്മീരിലാണ്. ആകാശത്തേക്ക് അവർ ഉയർത്തിയിട്ടില്ല. ആകാശത്തേക്ക് അങ്ങനെ ആർക്കും കയറാൻ കഴിയില്ല. അവിടെ വായു കിട്ടിയില്ല. വായുമണ്ഡലത്തിൽ നിന്ന് കുറേ അകലെയാണത് എന്നൊക്കെയുള്ള സംഗതികൾ പറഞ്ഞുകൊണ്ടാണ് ഖാദിയാനികൾ എന്ന കൂട്ടർ ഇപ്പോഴും പ്രധാനപ്പെട്ട വാദം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈസാ നബിയുടെ സദൃശനായ വരുമെന്ന് പറഞ്ഞ വാഗ്ദത്ത മസീഹ് താനാണ്. ഇതാണ് ലോകത്തിൻ്റെ കഥ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ പോലും വ്യാജന്മാരും കള്ളന്മാരും എക്കാലത്തും വന്നിട്ടുണ്ട്. അതൊക്കെ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അനുയായികളായി കിട്ടിയവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഉദാഹരണം ഖാദിയാനികൾ തന്നെ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ലോകാടിസ്ഥാനത്തിലുണ്ടല്ലോ. വളരെ വലിയൊരു പ്രസ്ഥാനമല്ലേ അത്. ലോക മുസ്ലിമീങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകനാണെന്ന ആ സത്യം അംഗീകരിക്കാത്തതുകൊണ്ട് നബിയുടെ റിസാലത്തിൽ കൃത്യമായി വിശ്വസിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കാഫിറുകളാണെന്ന് വിധി എഴുതിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. അങ്ങനെ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൻ്റെ കാലത്ത് ഞാൻ നബിയാണ് എന്നും പറഞ്ഞ് വാദിച്ചു വന്ന ആളുകളുടെ കൂടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടില്ലേ? കുറച്ചൊന്നും അല്ലല്ലോ. യമാമ യുദ്ധം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ആ വർഷത്തിലല്ലേ നടത്തുന്നത്. അത്രയും കാലത്ത് നടത്തിയത് ആരോടാണ് യമാമ യുദ്ധം? നുബുവത്ത് വാദവുമായി വന്നിട്ടുള്ള ആളോടാണ്. അങ്ങനെ നുബുവത്ത് വാദിച്ചു വന്ന ഒരുപാട് ആളുകളുണ്ട്. ലോക മുസ്ലിമീങ്ങൾ ഏകകണ്ഠമായി എല്ലാവർക്കും അനിഷേധമായും ളറൂറത്തും മാലൂമായും അറിയപ്പെട്ട തത്വമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശേഷം ഇനി വഹിയില്ല, ഇനി ഒരു നബിയില്ല എന്ന് പറയുന്നത്. ആ പറയുന്ന തത്വത്തിനെതിരായിരുന്നിട്ട് പോലും ആളുകൾ വാദിച്ചു വരുന്നു. അതിൻ്റെ കൂടെ മുസ്ലിമീങ്ങളെന്ന പേരിൽ അറിയപ്പെടുന്നവർ തന്നെ പിന്നാലെ കൂടുന്നു, ആ സമൂഹത്തിലുള്ളവർ. ഇതോടുകൂടെ അവർ ഇസ്ലാമെന്ന് പുറത്തു പോകും, കാഫിറാകും, അത് വേറെ വിവരം. പക്ഷെ അങ്ങനെയുള്ള ഖാദിയാനികൾ റൂഹുല്ലാഹി താനാണെന്ന് പറയുന്നവർ നുബുവത്ത് വാദിച്ചുകൊണ്ട് റസൂലാണെന്ന് വാദിച്ചുകൊണ്ട് പക്ഷേ നബിയുടെ ശരീഅത്ത് സ്ഥിരപ്പെടുത്തുന്ന നബി മാത്രമാകുന്നു, നബിയുടെ ശരീഅത്താണ് എൻ്റെ ശരീഅത്ത് എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അതിൻ്റെ പിന്നാലെ ഇന്നും അതൊരു പ്രസ്ഥാനമായി അഹമ്മദി പ്രസ്ഥാനം നിലനിൽക്കുന്നില്ലേ? അപ്പോൾ ഗോഹിർ ഷാഹിൻ്റെ ഒപ്പം കുറേ ദക്ഷിണ മേഖലയിലുള്ള ആളുകൾ കൂടിയെന്നല്ല, അതൊരു വലിയ സംഗതിയൊന്നുമല്ല. ഇത് കേട്ടാൽ തന്നെ റിയാസ് അഹമ്മദ് എന്നാണ് പേര്, ഗോഹിർ ഷാഹി എന്നാണ് അയാളെ വിളിക്കുന്നത്. അയാളുടെ ഉമ്മാൻ്റെ പേര് ആമിന എന്നല്ല, ബാപ്പാൻ്റെ പേര് അബ്ദുള്ള എന്നല്ല, അയാളുടെ പേര് മുഹമ്മദും അല്ല, ഒക്കുമെങ്കിൽ അഹമ്മദ് എന്നേ ആയിട്ടുള്ളൂ. അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇയാൾ വ്യാജനാണ്, കള്ളനാണ് എന്ന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള എല്ലാം ഹദീസുകളിൽ അടയാളങ്ങളുണ്ടായിട്ടും കുറേ ആളുകൾ ഒപ്പം കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള ചികിത്സയില്ലാത്ത ഒരു ഇതിനും അസുഖമാണിത്. പിന്നിപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ പുറത്ത് അയാളുടെ രൂപമുണ്ട്, ചന്ദ്രനിൽ അയാളുടെ മുഖം തെളിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എവിടുന്ന് കേൾക്കണ ബിഡ്സുകളാണെന്ന് അറിയില്ല. ഏതായാലും ഇങ്ങനെ ഓരോ തരത്തിലും ഓരോരുത്തരും പറയണേ. ഇപ്പോഴത്തെ ഭരണകൂടത്തെ കുറ്റം പറഞ്ഞാൽ എല്ലാ സുന്നികളും അതിൻ്റെ ഒപ്പം കൂടും തിരിച്ചാൽ പറ്റൂല. ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ മുമ്പ് ഒരുപാട് ഭരണകൂടങ്ങൾ കഴിഞ്ഞു പോയി. അന്നും ഹജറുൽ അസ്വദ് അവിടെ ഉണ്ട്. ഹജറുൽ അസ്വദ് കൊണ്ടുപോയിട്ട് മാറ്റിവെച്ച ചരിത്രങ്ങളൊക്കെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴും അത് പൊട്ടിയിട്ടാണ് നിൽക്കുന്നത്. അതിപ്പോൾ മനസ്സിലാക്കുക ഹജറുൽ അസ്വദ്. അത്തരം ഫിതനകളൊക്കെ ഇവിടെ നടന്നു പോയിട്ടുണ്ടെങ്കിലും ആ കാലങ്ങളിൽ ഒരിടത്തും ഒരാളുടെ മുഖം അതിലൊന്നും പതിഞ്ഞതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. നബിതങ്ങളുടെ കാലത്ത് പരിശുദ്ധ കല്ലാണല്ലോ, ഖലീഫമാരുടെ കാലത്ത് പരിശുദ്ധ കല്ലാണല്ലോ, ഒരു കാര്യവും പറ്റാത്ത കല്ലാണ്. തൊടാനും മുത്താനും ഒക്കെ എല്ലാവർക്കും കിട്ടിയിരുന്നു.
എന്നിട്ടും അതിലൊന്നും ഒരാളും മുഖങ്ങൾ കണ്ടതായി ചരിത്രത്തിൽ എവിടെയും ഇല്ല. അപ്പോൾ ഇതൊക്കെ തനിച്ച കള്ളങ്ങൾ ഓരോരുത്തർ പറയാണ്. ഓരോരുത്തർ പറഞ്ഞു വരുമ്പോൾ ഓരോരോ കാരണങ്ങളുടെ പേരിൽ ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടുകയാണ്. ഇതിൻ്റെയൊന്നും പേരിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നും പേടിക്കാനില്ല. കാരണം ഇങ്ങനെ ഒരുപാട് വാദഗതികൾ, ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരുപാട് പെരുങ്കള്ളന്മാർ പല അവകാശവാദങ്ങളുമായി വരുമെന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് മഹ്ദിവാദവും മസീഹ് മൗഊദുവാദവും അതുപോലുള്ള നുബുവത്തുവാദവും എല്ലാം. അപ്പം ഈ അർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചിന്തിക്കാനില്ല. പിന്നെ ഓരോരോ ആളുകൾ വരുമ്പോൾ അവരെ അടയാളം പിടിച്ചിട്ട് പലരും വരും. ആ കൂട്ടത്തിൽ ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അടച്ചാക്ഷേപിക്കുന്നു, അലി റളിയല്ലാഹു അൻഹുവിനെ വാഴോളം പുകഴ്ത്തുന്നു എന്നൊക്കെ പറയുന്നത് ഇയാളുടെ അനുയായികൾ ചെയ്യുന്നു, ഇയാൾ ചെയ്യുന്നു. ഇയാളിപ്പോൾ ഏതായാലും ഈ ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ തിരോധാനം ചെയ്തു, ഇങ്ങനെയാണല്ലോ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അപ്പോൾ ഇതിൽ തിരോധാനം എന്താ പറയുന്നത്? ചിലർ പറയുന്ന ആൾ മരിച്ചിക്കണമെന്നാണ്. ആ പറയുന്നതെന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കിയാൽ കിട്ടണ വിവരമാണ് ഇപ്പോൾ ഇതൊക്കെ. ഓരോന്ന് അടിച്ചു നോക്കിയാൽ കിട്ടണ വിവരം. എനിക്കാരോ ഒന്ന് കാണിച്ചെന്ന് തോന്നുന്നു അടിച്ചു നോക്കിയിട്ട്. അപ്പം അതിൽ എത്രയോ കാലം മുമ്പ് മരിച്ചതായിട്ട് അറബിലുള്ളൊരു റിപ്പോർട്ടായിരിക്കും കിട്ടിയത്. അറബിലുള്ളൊരു ചിലർ മലയാളത്തിൽ കൊണ്ടുവരുന്നുണ്ട്, ഇംഗ്ലീഷ് കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെ കയറ്റിയാലും അതൊക്കെ കിട്ടുമല്ലോ. ഇത് ആ കിട്ടിയ വിവരം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരാളെ പറ്റി പരതിയാൽ അയാൾ ഏതായാലും ഇപ്പം നിലവിലില്ല. ഈസാ നബി അലൈഹിസ്സലാമോട്ട് ഇറങ്ങി വന്നിട്ടില്ല, അതാരും കണ്ടിട്ടില്ലല്ലോ. അപ്പം ഈസാ നബി വരുന്ന കാലത്ത് ജാമിഉ ദിമസ്കിൽ നമസ്കരിക്കുന്ന ആളാണ് മഹാനായ ഇമാം മഹ്ദി എന്ന് വിശ്വസിക്കുന്നവരാണ് മഹ്ദിയിൽ വിശ്വസിക്കുന്നവരൊക്കെ. മുഹമ്മദ് എന്ന നാമമുള്ളവരും അബ്ദുല്ലാക്ക് പിറക്കുന്നവരും ആമിനക്ക് ജനിക്കുന്നവരും നബിയുടെ ഉമ്മാക്കും നബിയുടെ ബാപ്പാക്കും പേരൊത്ത അതേ രീതിയിൽ പേരൊത്ത ഒരു വിഭാഗത്തിൽ ഒരു കുടുംബത്തിൽ ഒരു ദമ്പതിമാർക്ക് പിറക്കുന്നവരുമാണെന്ന വ്യക്തമായ തെളിവുകളിലൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഇമാം മഹ്ദിയെക്കുറിച്ച് വിശ്വസിക്കുന്നവരൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വാദവുമായി ആര് വന്നാലും അതൊന്നും ഇവിടെ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ശരിക്കും ചെലവാകാമില്ല. പിന്നെ പരമസാധുക്കളൊപ്പം കൂടുന്നതിന് നിവൃത്തിയില്ല. അതിൽ പ്രധാനപ്പെട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുക ഇത് ഉപ്പൊന്നും നെല്ലും തുടങ്ങിയ സോക്കേടൊന്നും അല്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന സോക്കേട് നല്ലപോലെ പുലർത്തുന്നൊരു കൂട്ടരാളുടെ ഷിയാക്കൾ എന്ന് പറയുന്നവർ അലി റളിയല്ലാഹു അൻഹുവാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ഇമാമത്തിന് അള്ളാഹു തിരഞ്ഞെടുത്തയാൾ. ആ ഇമാമത്തിനെ തട്ടിപ്പറിച്ചതോ അല്ലെങ്കിൽ അവകാശമില്ലാത്ത നിലയിൽ സ്വഹാബാക്കൾ എല്ലാവരും കൂടിയിട്ട് അബൂബക്കർ ഉമർ എന്നിവർ നിശ്ചയിച്ചതോ അനധികൃതമാണ്, ശരിയല്ലാത്തതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. പലതരം വിശ്വാസക്കാരവരുടെ കൂട്ടത്തിലുണ്ടെങ്കിലും അവരൊരുപാട് കൂട്ടക്കാരുണ്ട്. ആ കൂട്ടക്കാരുടെ വിശ്വാസത്തിലും ഒരു മഹ്ദി അന്തർധാനം ചെയ്ത മഹ്ദിൻ്റെ ഈ തിരോധാനത്തിലാണ് എന്ന് പറഞ്ഞ മാതിരി ഇവർ തിരോധാനത്തിലാണ് പറഞ്ഞ മഹ്ദി വരും തെറ്റി കാത്തിരിക്കഞ്ഞ് വിരോധിക്കും. അതേമാതിരി ഷിയാക്കൾ ഒരാളെ പറയുന്നുണ്ട്. അതിലത്തെ വളരെ കൂടുതൽ പേര് അംഗങ്ങളുള്ള സംഘം ഇസ്നാശരിയാണ്. 12 ഇമാമിയങ്ങളെ പ്രത്യേകം പറയുന്നൊരു കൂട്ടർ. 12 ഇമാമിയങ്ങളെ പറയുന്നവർ വേറെ കൂട്ടരുണ്ടെങ്കിലും അത് ഇന്നാലിന്നവരാണ് എന്ന് നിജപ്പെടുന്ന നേരത്ത് ഇസ്മായിലിയ എന്നൊക്കെ പറഞ്ഞ് പല വിഭാഗം അവരിലുണ്ട്. ഒരുപാട് വിഭാഗമുണ്ട്. ഇപ്പം നമ്മൾ എണ്ണിപ്പറയുന്ന അടിസ്ഥാന വിഭാഗങ്ങളെക്കാൾ ധാരാളമായി അവർ പാർട്ടികൾ പിളർന്ന് വികസിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഈ ഷിയാക്കൾ ലോകത്ത് കോടാനുകോടി ആളുകളാണ്. ഈ കോടാനുകോടി ആളുകൾ വിശ്വസിക്കുന്നത് 12ാമത്തെ ഇമാമായിരുന്ന അവരുടെ മുഹമ്മദ് ബിനുൽ ഹസനിൽ അസ്കരി. അത് പിന്നെ പേര് മുഹമ്മദ് നോത്തിട്ടുണ്ട്, പക്ഷെ വാപ്പാൻ്റെ പേര് അപ്പോഴും തേച്ചുകൊണ്ട് തന്നെയാണ്. ഇത് അള്ളാഹിൻ്റെ റസൂല് കൃത്യമായിട്ട് പറയുന്നത് വളരെ രസമാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുമാണ്. മുഹമ്മദ് ബിനുൽ ഹസനിൽ അസ്കരി എന്ന് പറയുന്ന ആൾ വാസ്തവത്തിലും മരിച്ച് ബഖീയിൽ മറമാടപ്പെട്ട ആളാണ് അദ്ദേഹം. ചരിത്രത്തിലൊക്കെ അദ്ദേഹം ബഖീയിൽ മറപ്പെട്ട ആളാണ്. പക്ഷെ ഷിയാക്കൾ പറയുന്നത് അയാളൊരു കുതിരപ്പുറത്ത് കയറിയിട്ട് ഒന്നായിട്ട് പോയപ്പോൾ കുതിരയിലോ കൊണ്ടുപോയിട്ട് ആളോട് പോയി ഭൂമിക്കടിയിൽ ഒരു പ്രത്യേക ഗുഹയിൽ അദ്ദേഹം താമസിക്കുകയാണ്, സുഖമായിട്ടൊരു സിർദാബിൽ താമസിക്കുകയാണ്, ഇനി അവസാന കാലത്ത് വരുമെന്നാണ്. അപ്പോൾ ഷിയാക്കളും ആ മഹ്ദിയിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുക. അവർ മുന്തളറായ മഹ്ദി എന്നറിയുന്ന മഹ്ദി അതാ. നമ്മളും ഷിയാക്കളും മഹ്ദിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന മഹ്ദി ഇനി വരാനിരിക്കുന്ന മഹ്ദിയാണ്. ഇവർ പറയുന്നത് ഇപ്പം വന്നിട്ട് പിന്നീട് പോയി ഇനി രണ്ടാമത് കാത്തിരിക്കുന്ന അദ്ദേഹം ഇരിക്കുന്ന സിർദാബിൽ നിന്ന് വരും എന്ന് പറയുന്ന ആളാണ് ഇവർ പറയുന്നത്.
ഈ അണ്ടർഗ്രൗണ്ടിലെ ഭൂമിക്കടിയിൽ ഒരു പ്രത്യേക അണ്ടർഗ്രൗണ്ട് ഉണ്ട്, ആ അണ്ടർഗ്രൗണ്ടിലാണ് ഇയാൾ ഇരിക്കുന്നത്, പിന്നെ ആൾ സമയമാകുമ്പോൾ വരൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി US-ഉം ഇസ്രായേലും ഒക്കെ അവിടെയും ഇവിടെയൊക്കെ പിടിച്ചുമ്പോൾ എവിടെയെങ്കിലും വല്ല അണ്ടർഗ്രൗണ്ടിലും കടിച്ചു കുടിച്ചോ അല്ലാഹു ആലം. ഏതായാലും ഇത്തരം വാദങ്ങളൊക്കെ ഉണ്ട്. ഈ ഷിയാക്കളൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തെറി പറയുന്നതിൽ എല്ലാവരും സമന്മാരാണ്. കാരണം അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ഒരു ആളായിട്ടാണല്ലോ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. ആ നിലക്ക് അലിയാരുടെ പ്രതിയോഗി എന്ന് കണ്ടുകൊണ്ട് അവർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇനി അവരല്ലാത്തവർക്കിടയിലും ഉണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ താഴ്ത്തിക്കെട്ടുന്ന ഒരു സ്വഭാവവും ഏതെങ്കിലും വാക്കുകളിലൂടെയോ സ്ഥാനമാനങ്ങൾ പറയുന്ന കൂട്ടത്തിലോ മഹാനവറുകളെ ചുരുക്കി കാണിക്കുന്ന ഒരു പ്രവണതയും. മഹാനായ ഇമാം ഇബ്നു ഹജറിൽ ഹൈത്തമി തങ്ങൾ അവർക്ക് പ്രത്യേകമായി ഒരു കിതാബ് തന്നെ ഈ വിഷയത്തിലുണ്ട്. തത്ഹീറുൽ ജനാനി വൽ ലിസാൻ അൻ സൽബി സയ്യിദ്ന മുആവിയത്ത് ബിൻ അബി സുഫിയാൻ. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ എന്നവരെ കുറ്റപ്പെടുത്തുകയും കുറവാക്കുകയും നാശപ്പെടുത്തുകയും ഐബാക്കുകയും ചെയ്യുന്ന തരത്തിൽ, സ്ഥാനം കുറക്കുന്ന തരത്തിൽ സംസാരിക്കുന്നവർക്ക് നാവും അവരുടെ ഹൃദയവും ശുദ്ധിയാക്കാൻ പറ്റുന്ന വിവരങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനുടെ ഗന്ധം. ആ ഗന്ധത്തിൽ മഹാനവറുകൾ അത്തരം പ്രവണതയെ കപടതയുടെ അടയാളമായും മുനാഫിക്കിൻ്റെ അടയാളമായും പ്രത്യേകമായും വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വ്യാജന്മാരാണ്, കപടന്മാരാണ്, ശരിയായ വിശ്വാസികളല്ല എന്ന് പറയുന്നതിന് തെളിവാണ്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന റസൂലുള്ളാഹിന്റെ ഒരു സ്വഹാബിയാണ്. വിശ്വസിക്കാൻ വൈകിയിട്ടുണ്ട്, അത് ശരിയാണ്. ബാപ്പ അബൂ സുഫിയാനെ പോലെ തന്നെ മകൻ മുആവിയ റളിയല്ലാഹു അൻഹു മക്കം ഫത്ഹിൽ വിശ്വസിച്ചിട്ടുള്ളവരാണ്. പക്ഷേ വിശ്വസിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 2 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹകാരിയായി കൊണ്ടൊപ്പം നിൽക്കാനും നബിയുടെ കൂടെ പല മശ്ഹദുകളിലും സംബന്ധിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ വഫാത്താകുമ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്പം മുടികളും നിബിതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള തിരുശേഷിപ്പുകളും ഒക്കെ പ്രത്യേകം സൂക്ഷിച്ചിട്ട് അത് കണ്ണിങ്കലും ചുണ്ടുങ്കലുമൊക്കെ വെച്ച് മുത്തി മണത്ത് ഇതൊക്കെ തൻ്റെ കഫൻപുടയിൽ തൻ്റെ കണ്ണിൻ്റെ അരികിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രവാചക സ്നേഹം വളരെയധികം കാണിച്ചിട്ടുള്ള ഒരു മഹാനായ സ്വഹാബിയാണ്. അബൂ സുഫിയാൻ എന്നവരും മുആവിയ എന്നവരും ആ വിധത്തിലാണ്. യുദ്ധത്തിൽ കണ്ണൊന്നായിട്ടാണ് പോയിട്ടുണ്ട്, ഇറങ്ങുമ്പോൾ അത് വലിച്ചെറിഞ്ഞിട്ട് ഇത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, അള്ളാഹു തആലാൻ്റെ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലുണ്ടായതാണ്, പോകട്ടെ പോം എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ള മഹാന്മാരാണ് അബൂ സുഫിയാൻ എന്നവരും മുആവിയ എന്നവരുമൊക്കെ. ആ രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ എമ്പാടും അവർക്കുണ്ട്. ഇതൊക്കെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇമാമികൾ രചിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വിരുദ്ധമായി മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തുക, അലിയാരെ വാനോളം പുകഴ്ത്തി പറഞ്ഞാൽ അത് വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരാൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബൂ ത്വാലിബ് എന്ന സംരക്ഷകരായിരുന്ന അബൂ ത്വാലിബിൻ്റെ പുത്രനല്ലേ, ബനൂ ഹാഷിമിൽപ്പെട്ടവരാണ്, നബി കുടുംബത്തിലുള്ള ഖലീഫയാണ്, ബനൂ ഹാഷിമിൽപ്പെട്ടവരാണ്, വിജ്ഞാനത്തിൻ്റെ വലിയ കേന്ദ്രമാണ്. പല അർത്ഥത്തിലും അലി റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ വീരനാണ്, ശൂരനാണ്. ആ നിലക്ക് ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ എമ്പാടുമാണ്. അതൊക്കെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ വാനോളമല്ല അർശിനോളം പുകഴ്ത്തിയാലും പുകഴ്ത്താൻ മാത്രമുള്ള മനാഖിബുകൾ അവർക്കുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ അവരെ വാനോളം പുകഴ്ത്തുന്നത് വ്യാജം പറഞ്ഞുകൊണ്ടോ അബൂബക്കർ, ഉമർ തുടങ്ങിയിട്ടുള്ള സ്വഹാബിവര്യന്മാരെ താഴ്ത്തിക്കെട്ടുകൊണ്ടോ, അതെങ്കിൽ അവരുടെ കാലത്ത് ഗവേഷണപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപക്ഷത്ത് നിൽക്കേണ്ടി വന്നിട്ടുള്ള സ്വഹാബിമാരെ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ അലി റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തുന്നത് നല്ല ലക്ഷണമല്ല. അത് കാപട്യത്തിൻ്റെ ലക്ഷണമാണെന്നാണ് നമ്മുടെ ഇമാമുകൾ വിവരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ പറയുന്ന വ്യാജന്മാരായിട്ടുള്ളവരിൽ തെളിഞ്ഞു കാണുന്നത് വളരെ സന്തോഷകരമാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികൾക്കൊന്നും അതിൽ കൂടേണ്ടതില്ലല്ലോ. പിന്നെ ദക്ഷിണമേഖലത്തിൽ ആരെയും കൂടിയോന്ന് തന്നെ അത് എന്ത് കണ്ടു കൂടിയതാണെന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ കൂടിയോന്ന് അറിയുന്നത് എങ്ങനെയാണെന്നും അറിയില്ല. ഓരോന്നും ഇപ്പം ഇങ്ങനെ തുറന്നു നോക്കിയാണ്ട് ഫോണിൽ കേട്ടുകാണ്ട് അതിൻ്റെ ഒക്കെ ഒപ്പൊച്ചിട്ട് കണ്ട് കേൾക്കുക എന്നല്ല, അതിനൊക്കെ എന്താ അടിസ്ഥാനം? അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായവർക്കൊക്കെ ഹിദായത്ത് നൽകുമാറാവട്ടെ. ഇത്തരം വ്യാജന്മാരുടെ വരയിൽപ്പെടാതിരിക്കാൻ നമ്മളെല്ലാവരെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെട്ടവരെ അള്ളാഹു തആല സത്യത്തിലേക്ക് തിരിച്ചു വരുത്തട്ടെ.